Hi guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഹെയർ കളറിങ് വീഡിയോ ആണ്. കുറേ നാളായി ഞാൻ ഇങ്ങനെ ഹെയർ കളർ ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ ഇതിന് മുൻപത്തെ തവണ ഞാൻ മുടി കളർ ചെയ്തപ്പോൾ ബ്ലീച്ച് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മുടി നല്ല ഡാമേജ് ആയിട്ട് കുറേ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇനി ഹെയർ കളർ ചെയ്യണ്ട കുറേ നാളത്തേക്കെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ സ്ഥിരം ഫീഡിൽ ഫുള്ള് ലൈക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ പിൻട്രസ്റ്റിലും കുറേ ഹെയർ കളേഴ്സിന്റെ ഫോട്ടോസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓർത്തു ഓക്കെ ഹെയർ കളർ ചെയ്യാം. അപ്പൊ എങ്ങനെ ഡാമേജ് കുറച്ചിട്ട് ഹെയർ കളർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ലൈക്ക് എനിക്ക് പാരഡൈസ് എന്നുള്ള ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. ഇവർ പറയുന്നത് ഇവർക്ക് നോ ബ്ലീച്ച് റിക്വയർഡ് എന്നാണ്. അതായത് ബ്ലീച്ച് ഇടാണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ ലൈക്ക് കളർ വരും. ലൈക്ക് ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ കുറച്ച് ഡിമായിട്ടുള്ള കളറാണ്, ബ്രൗൺ ഹെയർ ആണെങ്കിൽ കുറച്ച് നല്ല കളർ വരും എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഓർത്തു ഓക്കെ വൈ നോട്ട്, നമുക്കും ഹെയർ കളർ ചെയ്യാം. ന്യൂ ഇയർ ന്യൂ ഹെയർ. ഓക്കെ, അപ്പൊ ഞാനും ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവരുടെ ഒരു കളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് അവരുടെ ചെറി കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ലൈക്ക് കുറേ ദിവസമായി ഇത് ഓർഡർ ചെയ്തിട്ട്. പക്ഷെ അപ്പൊ ഹെയർ കളർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഹെയർ ഒരു ലൈക്ക് ഡാർക്ക് ബ്രൗൺ, എക്സാക്ട് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. എൻ്റെ ഹെയറിൽ ഇത് എന്തോരം പിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഹെയർ കളർ ഞാൻ തനിയെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. തന്നെ നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് കുറച്ച് ASMR. ഫസ്റ്റ് വന്നിട്ട് ഒരു ക്രീം ഡെവലപ്പർ ഇതിനകത്തുണ്ട്. ആൻഡ് ഗ്ലോസി ഹെയർ കളർ ക്രീം കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഗ്ലോസി ഹെയർ കളർ ക്രീം. ആൻഡ് ഇതിനകത്ത് ആന്റി ഫേഡ് വൈറ്റ് കണ്ടീഷണർ യൂസ് ആഫ്റ്റർ 2 weeks എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഒരു യൂസ് ആഫ്റ്റർ കളറിങ് ഒരു കണ്ടീഷണർ ഉണ്ട്. ആൻഡ് ഇതിനകത്തൊരു ബ്രഷ് ഉണ്ട്. ആൻഡ് യൂസ് മാനുവൽ. പിന്നെ ഇതിനകത്ത് ഗ്ലൗസ് ഉണ്ട്. സോ ഹെയർ കളർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിപ്പയർ യുവർസെൽഫ് ആൻഡ് വെയർ ഗ്ലൗസ്. രണ്ടാമത്തത് മിക്സ് കളർ ആൻഡ് ഡെവലപ്പർ. അപ്പൊ ആദ്യം നമുക്ക് മിക്സ് കളർ ആൻഡ് ഡെവലപ്പർ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പിടിച്ചാലും കുഴപ്പമില്ലാത്തൊരു ബ്ലാക്ക് കളർ, ഡാർക്ക് കളർ ഡ്രസ് എന്തെങ്കിലും ഇടാം. അതേപോലത്തെ ലൈക്ക് കളർ പിടിച്ചാലും കുഴപ്പമില്ലാത്തൊരു പാത്രം എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഡെവലപ്പർ ഇടാം. ഇതിന്റെ ആത്മാവ് വരെ ഇളക്കിയിടണം. കട്ടിയൊക്കെ എടുക്കാം, കാരണം നമുക്ക് ഇതിന്റെ ലാസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് വരെ യൂസ് ചെയ്യണം. ഓക്കെ, ക്രീം ഇത് ഞാൻ ഇതിന്റെ ഒപ്പിട്ട് മിക്സ് ചെയ്യുവാണ്. എന്ന് പൊട്ടിക്കണം. കളർ ഇത് ഫുള്ളും ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇതിന്റെ ആത്മാവ് വരെ ഊറ്റിയെടുക്കും. ഇതില് ഡെവലപ്പറും കളറും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. See this color. അടുത്ത സ്റ്റെപ്പ് ഇവര് പറയുന്നത് അപ്ലൈ ദ മിക്സ്ചർ ഫ്രം ടിപ്സ് ടു റൂട്ട്സ് ആൻഡ് വെയിറ്റ് ഫോർ 30 to 45 minutes. അപ്പോൾ ഇത് നമ്മുടെ തലയിൽ ഇടാം. എന്നിട്ട് 30 to 45 minutes വെയിറ്റ് ചെയ്യാം. നമുക്കിനി കളർ ചെയ്യാം. ഗ്ലൗസ് അഴിക്കാൻ പോവാണ്. ഗ്ലൗസ് ഇട്ട സൈഡ് ഭയങ്കര ചൂട്. മുടി സെക്ഷൻ ആയിട്ട് എടുക്കാം. അടിയിലെടുത്ത് ആദ്യം ചെയ്യും. ഇതിന്റെ മൈക്ക് കൂടെ ഉണ്ട്. മൈക്ക് ഫ്രണ്ടിൽ ഹാങ് ചെയ്യാം. ഒരു റൂട്ട് തൊട്ട് ടിപ്പ് വരെ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ഞാൻ റൂട്ട് ചെയ്യുന്നില്ല. എനിക്കങ്ങനെ റൂട്ടില് റെഡ് കളേഴ്സ് വേണമെന്നില്ല. സോ എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. കളർ എടുക്കാം. സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും.
അയ്യോ അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിലെ ഗ്ലൗസ് ഇടണം ഗൈസ്. നിങ്ങൾക്കിപ്പോൾ ഹെയർ കളർ ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾക്ക് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ കോൺഫിഡൻസ് ആണോ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ബാക്കിയുള്ളവരുടെ ഇഷ്ടം നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ബ്ലാക്ക് കളർ വാങ്ങി അടിച്ച് കളയാം. ഓക്കെ, ഞാനും ഇതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ വാങ്ങി അടിച്ച് കളയാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കറണ്ട് പോയി ഗൈസ്, കറണ്ട് പോയി. എന്താണെങ്കിലും കറണ്ട് പോയി. സോ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. സോ ഗൈസ്, എനിക്ക് കുറച്ച് ബാക്കിലോട്ട് ചെയ്യാനുണ്ട്. ബാക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. സോ I'll come by. പുള്ളിക്ക് ഭയങ്കര നാണമാണ്. And will help me. ഞാൻ മുഖത്ത് കുറച്ച് കളേഴ്സ് ഒക്കെ കഴുകി കളഞ്ഞായിരുന്നു ഗൈസ്. ഇത് വരാൻ കുറച്ച് പാടാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, കളർ ചെയ്യുവാണെങ്കിൽ കുറച്ച് വാസ്ലിനും മുഖത്ത് നിങ്ങളുടെ കഴുത്തിലും ചെവിയിലൊക്കെ തേക്കുക. ഇനി 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്ത് ലൈക്ക് മുടിയൊക്കെ നന്നായിട്ട് ഉണക്കിയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നൈറ്റായി. ബട്ട് നിങ്ങൾക്ക് ഈ ലൈറ്റിൽ കൂടി, ഞാൻ ഇപ്പോൾ റിംഗ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്, ഈ ലൈറ്റിൽ കൂടി ഇതിന്റെ കളർ പേ ഓഫ് എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. ലൈക്ക് ബ്ലീച്ച് ഇല്ലാണ്ട് ഇത്രയും കളർ ഞാൻ മുടി പിടിക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആൻഡ് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. പക്ഷെ നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ സൺലൈറ്റിന്റെ അടിയിൽ പോയിട്ട് ടർസിന്ന് നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. കളേഴ്സ് ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല നല്ല രസമുണ്ട്. 20 വർഷം വരെ കളർ ലാസ്റ്റ് ചെയ്യുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഇട്ടിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പിടിക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് എനിക്ക് അറിയില്ല. വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.